അന്തരിച്ച ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരിയുടെ സംസ്കാരം ഇന്ന് രാവിലെ 11-ന് നാദാപുരം റോഡിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക. അർബുദബാധിതനായി ചികിത്സയിലിരിക്കെ ഇന്നലെ കോയമ്പത്തൂരിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സരീഷ് പി കെ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സരീഷ്, ഇന്ന് തീർച്ചയായും ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ അതിൻ്റെ ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിച്ച അതിൻ്റെ അമരത്തിരുന്ന ആളാണ് അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ അന്തിമ ചടങ്ങുകളിൽ ആരെല്ലാമാണ് പങ്കെടുക്കുക? എന്താണ് വിശദാംശങ്ങൾ? സംസ്ഥാനത്തിന്റെ സഹകരണ മേഖലയിൽ തന്നെ ഏറ്റവും വലിയ സാന്നിധ്യമായിരുന്ന രമേശൻ പലേരിയാണ് കഴിഞ്ഞ ദിവസം വിട പറഞ്ഞത്. ഇന്ന് 11 മണിക്ക് അദ്ദേഹത്തിന്റെ വടകരയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. രാവിലെ 10 മണിക്ക് ഇപ്പോൾ തന്നെ ഏതാണ്ട് വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട്. നിരവധി ആളുകളാണ് ഈ സംസ്കാര ചടങ്ങുകളോടൊപ്പം തന്നെ പൊതുദർശനത്തിനും അന്തിമോപചാരം അർപ്പിക്കാനും ഒക്കെയായി എത്തുന്നത്. രാവിലെ 10 മണിയോടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിക്കും. അതോടൊപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പലരും ഇന്നലെയും ഇന്നുമായി ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ കോയമ്പത്തൂരിലായിരുന്നു അന്ത്യം ഉണ്ടായിരുന്നത്. കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ 3 മാസത്തോളമായി അദ്ദേഹം തുടർ ചികിത്സയിലായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ രാവിലെ അന്ത്യം സംഭവിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ടേക്ക് റോഡ് മാർഗമാണ് മൃതദേഹം വടകരയിൽ ഉൾപ്പെടെ എത്തിച്ചത്. പക്ഷേ ആ യാത്രാമധ്യേ എല്ലാം തന്നെ നിരവധി ആളുകളാണ് അദ്ദേഹത്തെ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത് എന്നുള്ളതാണ്. കോഴിക്കോട് തന്നെ സൈബർ പാർക്കിലും അതോടൊപ്പം തന്നെ ടൗൺ ഹാളിലും ഒക്കെ പൊതുദർശനത്തിന് വെച്ചിരുന്നു. ആ സമയത്ത് തന്നെ വികാര നിർഭരമായ ഒരു രംഗമാണ് നമ്മളൊക്കെ കണ്ടത്. കോഴിക്കോടായാലും അല്ലെങ്കിൽ സൈബർ പാർക്ക്, ഒരുപക്ഷെ തൊഴിലാളികൾ തന്നെ ഉടമകളായ ആദ്യത്തെ ഒരു സൈബർ പാർക്ക് എന്ന രീതിയിൽ കോഴിക്കോട് നേരത്തെ തന്നെ പ്രശസ്തമായിരുന്നു. അത്തരത്തിലൊരു ആശയമൊക്കെ രമേശൻ പലേരിയുടേതായിരുന്നു. നേരത്തെ ഈ 20 പേർ മാത്രം തുടങ്ങിയ അല്ലെങ്കിൽ ഏതാനും ആളുകൾ മാത്രമായി തുടങ്ങിയ ഒരു സൊസൈറ്റി പിന്നീട് അതൊരു വലിയൊരു ശൃംഖലയായി മാറുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ പോയത് രമേശൻ പലേരിയുടെ ദീർഘവീക്ഷണമായിരുന്നു. ഒരു നിർമ്മാണ മേഖലയിൽ തങ്ങളുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് നിർമ്മാണ മേഖലയ്ക്കൊപ്പം തന്നെ IT-യിലേക്കും അതോടൊപ്പം തന്നെ ടൂറിസം രംഗത്തേക്കും ഒക്കെ ഈ മേഖലയെ അല്ലെങ്കിൽ ഊരാളുങ്കലിനെ കൊണ്ടുവരികയും 200-ൽ നിന്ന് അദ്ദേഹം രമേശൻ പലേരി ഇതിന്റെ ചെയർമാനായി ചുമതല ഏറ്റെടുക്കുമ്പോൾ വെറും 200 പേർ മാത്രമായിരുന്നു ആ സംഘടനയുടെ ഭാഗമായി അല്ലെങ്കിൽ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഭാഗമായി നിർമ്മാണ തൊഴിലാളികളായി ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് രാജ്യത്തെമ്പാടും തൊഴിലിടങ്ങൾ ഉള്ള ഒരു ശൃംഖലയായി ഊരാളുങ്കൽ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനൊക്കെ തന്നെ നേതൃത്വം നൽകിയത് അദ്ദേഹമായിരുന്നു. ഇന്ന് നിലവിൽ 10,000-ലേറെ ജീവനക്കാരാണ് ഈ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ ഭാഗമായുള്ളത്. അതുകൊണ്ട് തന്നെ അവരെല്ലാം തന്നെ ഒരുപക്ഷെ അവരോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ ഒക്കെ ഈ അവസാനമായി ഒന്ന് കാണാൻ എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. പലരും വിതുമ്പുന്ന കണ്ണുകളോടെയാണ്. കാരണം ഒരു സഹകാരി എന്നതിനപ്പുറത്തേക്ക് മികച്ചൊരു മനുഷ്യൻ എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. നമ്മൾ പലരുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഈ തൊഴിലാളികളോട് ഇത്രയേറെ ബഹുമാനത്തോടെ പെരുമാറുന്ന ഒരു ചെയർമാൻ അത് മറ്റ് സഹകരണ സംഘങ്ങളിൽ കണ്ടിരുന്നില്ല എന്നതാണ്. ഓരോ ആളുകളുടെയും പേരെടുത്ത് പറഞ്ഞ് അവരുടെ വീട്ടിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് കൃത്യമായി തൊഴിലിടങ്ങൾ സഹായിക്കുകയും അതോടൊപ്പം തന്നെ വ്യക്തിപരമായി സഹായിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു രമേശൻ പലേരി എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ പോലും അത് തന്നെയാണ്. കാരണം തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിലാണ് ഊരാളുങ്കൽ പിന്നീട് പ്രശസ്തമാകുന്നത്. ഒരുപക്ഷെ പ്രാദേശികമായി പഞ്ചായത്ത് റോഡുകൾ ടാർ ചെയ്തുകൊണ്ടാണ് അവർ ഈ നിർമ്മാണ മേഖലയിലൊക്കെ കടക്കുന്നത്. പിന്നീട് ദേശീയപാതയുടെ ഭാഗമായി നിർമ്മാണത്തിന്റെ ഭാഗമാകുന്നത് പോലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ചരിത്രപ്രധാനമായ ഈ ഒറ്റത്തൂൺ പാലം പോലും നിർമ്മിക്കാൻ ഊരാളുങ്കലിന് സാധിച്ചത് ഒരുപക്ഷെ കാസർഗോഡ് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ചരിത്രപ്രധാനമാണ് ഈ ഒറ്റത്തൂൺ പാലം എന്ന് പറയുന്നത്. ദേശീയപാതയുടെ നിർമ്മാണത്തിൽ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ശൃംഖല. അത്രത്തോളം സാങ്കേതിക വിദ്യയിലൊക്കെ മികച്ചതാക്കാൻ രമേശൻ പലേരിക്ക് സാധിച്ചിട്ടുണ്ട്. ആ ദീർഘവീക്ഷണമാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. എന്തായാലും 11 മണിക്ക് അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിക്കാനായി വീട്ടിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. സരീഷാണ് വിവരങ്ങൾ നൽകിയത്.